welcome to Blessing Today. Blessing Today-ലേക്ക് സ്വാഗതം. This week is going to be really fantastic. ഈ ഒരാഴ്ച വളരെ മനോഹരമായിട്ടുള്ള ഒരാഴ്ചയായിട്ട് മാറാൻ പോവുകയാണ്. This week is going to be really fantastic. ഈ ഒരാഴ്ച വളരെ അത്ഭുതകരമായ ഒരാഴ്ചയായിട്ട് മാറും. We'll be finishing the titles and names of Jesus. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ പേരുകളും സ്ഥാനപ്പേരുകളും എന്ന് പറയുന്ന ആ ഒരു സന്ദേശം നമ്മൾ പൂർത്തിയാക്കും. And we are going to explore deeper and more into the sonship of Jesus. Why is he called the Son of God? അതുമാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ പുത്രത്വം എന്ന് പറയുന്ന ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമ്മൾ പഠിക്കും. അതിനനുസരിച്ചിട്ട് എന്തുകൊണ്ടാണ് യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. Not only that, many people ask, did Jesus ever claim to be God? അതുമാത്രമല്ല ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും യേശുക്രിസ്തു താൻ ദൈവമാണെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ താൻ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? Did Jesus ever claim that he himself is God? അതുമാത്രമല്ല എപ്പോഴെങ്കിലും താൻ ദൈവമാണ് എന്നുള്ള രീതിയിൽ താൻ അവകാശപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ടോ? So I am really excited about the forthcoming episodes. അതുമാത്രമല്ല ഈ വരുന്ന ദിവസങ്ങളിലെ എപ്പിസോഡുകൾ ഓർത്തിട്ട് അതുകൊണ്ട് ഞാൻ വളരെ ആവേശത്തിലാണ്. One thing I have understood in my personal life is that the knowledge about Christ is the foundation of our Christian life. ഓർക്കുക, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ജ്ഞാനമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. That's why Paul the apostle was crazy about knowing more and more about the Son of God. അതുകൊണ്ടാണ് ദൈവപുത്രനെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് വളരെ ആവേശഭരിതനായിരിക്കുന്നത്. And he became a very strong believer. അതുമാത്രമല്ല അത് അദ്ദേഹത്തെ ഒരു വലിയ ശക്തനായ ഒരു വിശ്വാസിയാക്കി തീർത്തു. Hallelujah. Hallelujah. All right, shall we go to some of the comments now? ഈ സമയത്ത് ഒന്ന് രണ്ട് കമന്റ്സ് നമുക്കൊന്ന് കേൾക്കാം. Okay. പ്രൈസ് ലോർഡ് പാസ്റ്റർ. എൻ്റെ പേര് മിനി. ഞാൻ സെൻറ്റ് ലൂയിസ് USA-യിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഡെയിലി തലേദിവസത്തെ മോർണിംഗ് ഗ്ലോറി കേട്ടുകൊണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. പ്രത്യേകിച്ച് ബ്ലെസ്സിങ് ടുഡേയുടെ ആരാധന ടീമിനോടുള്ള നന്ദി അറിയിക്കുന്നു. അവരോടുകൂടി അല്പനേരം പാടി സ്തുതിച്ചുകൊണ്ട് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വളരെ അനുഗ്രഹമായിട്ട് അനുഭവപ്പെടുന്നു. ഡ്യൂട്ടിയിലുള്ള എല്ലാ പ്രതികൂലങ്ങളും എനിക്ക് മാറിക്കിട്ടുന്നു. God bless you all. Thank you. That's really wonderful. Yes. I have received many more comments about the worship session of Morning Glory. മോർണിംഗ് ഗ്ലോറിയിലെ ആരാധനയെക്കുറിച്ചുള്ള പല കമന്റുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. And this is one among them. അതിലുള്ള ഒന്നാണ് ഈ ഒരു കാര്യം എന്നുള്ളത്. Many people, they say they really enjoy and they worship the Lord from their heart along with Blessing Today worship team. വർഷിപ്പ് ടീമിനോട് ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുമ്പോൾ അവരുടെ ഹൃദയം പകർന്ന് അവർ ആരാധിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്ന് പലരും പറഞ്ഞു. Thank you so much, Brother Sergis, Nehemiah, Amy, Kiran, KP George, brother, and many other brothers. ബ്രദർ സജിത്, നേമായ, എമി, ബ്രദർ കിരൺ, അതുപോലെ മറ്റ് എല്ലാ സഹോദരന്മാരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. I think right away we can go to that praise and worship session. നമുക്ക് വീണ്ടും പ്രൈസ് ആൻഡ് വർഷിപ്പ് സെഷനിലേക്ക് പോകാം. ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ വീട്ടിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഇനി വായ്പ വാങ്ങുവാൻ ഇടവരികയില്ല, നീ വായ്പ വാങ്ങുകയില്ല, പകരം നീ വായ്പ കൊടുക്കുന്ന വ്യക്തിയായിത്തീരും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ്. ആമേൻ. ഈ ദൈവത്തെ കരങ്ങളടിച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി സ്തുതിക്കാം. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും.
ഒരിക്കൽ കൂടെ ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും നാം. Let's pray for the sponsors now. ഇനിയിപ്പോൾ നമുക്ക് സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തേത് നെയ്യാറ്റിൻകരയിൽ നിന്ന് ബ്രദർ ശശിയാണ്. Thank you so much, Brother Shashi. കൂടുതൽ വർക്ക് ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Yes, കൊച്ചുമകളുടെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ശശിയുടെയും ലീലയുടെയും രോഗസൗഖ്യത്തിനും നല്ല ആരോഗ്യത്തിനും വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തത് പേരൂരിൽ നിന്ന് മോൻസി കോരയാണ് അടുത്ത നമ്മുടെ സ്പോൺസർ. Thank you so much, Monsi. കർത്താവെ, കടബാധ്യതകളെല്ലാം പൂർണ്ണമായിട്ട് മാറുവാൻ, സ്വന്തമായ ഭവനം ലഭിക്കുവാൻ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ്റെയും മകളുടെയും നല്ല വിദ്യാഭ്യാസത്തിനും അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്കുമായിട്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ലോർഡ്. അടുത്തത് പള്ളുരുത്തിയിൽ നിന്ന് മണി ജോസ് ആണ് അടുത്ത നമ്മുടെ So thank you so much, Mani Jose. അപ്പോൾ തന്നെ ഏപ്രിൽ 8 മകൻ വിജോയുടെ ജന്മദിനമായിരുന്നു. Belated happy birthday, Bijoy. കർത്താവെ, വിജോയെ അനുഗ്രഹിക്കുന്നു. പിന്മാറ്റത്തിൽ നിന്ന് മാറി ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി കൂടെ കർത്താവെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപ കർത്താവെ അങ്ങ് വ്യാപരിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Thank you so much, all sponsors. എല്ലാ സ്പോൺസേഴ്സിനോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. Amen. ആമേൻ. Now, hope you are ready with your Bibles and notebooks. ഈ സമയത്ത് നിങ്ങളുടെ ബൈബിളുകളും നോട്ട്ബുക്കുകളുമായിട്ട് നിങ്ങൾ തയ്യാറാണ് എന്ന് We are വിശ്വസിക്കുന്നു. coming to the conclusion of 100 specially picked out names and titles of Jesus. പ്രത്യേകമായി തിരഞ്ഞെടുത്ത യേശു കർത്താവിൻ്റെ പേരുകളും സ്ഥാനപ്പേരുകളിലും 100 ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അവസാനത്തെ ഭാഗത്തേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. The next one, 91. അടുത്തത് 91-ാമത്തേതാണ്. Shepherd and overseer. ഇടയനും മേലധ്യക്ഷനും. Jesus is our shepherd. യേശു കർത്താവ് നമ്മുടെ ഇടയനാകുന്നു. Psalm 23 we read, the Lord is my shepherd. സങ്കീർത്തനം 23-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദൈവം അല്ലെങ്കിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു. And that Lord is now incarnate in human form, and he says, and he became our shepherd. ആ ദൈവം ഇന്ന് മനുഷ്യരൂപമെടുത്ത് നമ്മുടെ ഇടയനായിട്ട് മാറിയിരിക്കുകയാണ്. A shepherd, the common term in Christian circles that we use is pastor. സാധാരണ രീതിയിൽ ക്രിസ്തീയ ഗോളത്തിൽ പൊതുവായി പാസ്റ്റേഴ്സിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഇടയൻ എന്നുള്ളത്. So Jesus has become our pastor. ഓർക്കുക, അങ്ങനെ നോക്കുമ്പോൾ യേശു കർത്താവ് നമ്മുടെ പാസ്റ്ററായി മാറി. Overseer is the same one who oversees us. മേലധ്യക്ഷൻ എന്ന് പറയുന്നതും ഏതാണ്ട് അതേ അർത്ഥമാണ്. നമ്മുടെ മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് അധ്യക്ഷം വഹിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന വ്യക്തി എന്നുള്ളതാണ്. One reference I want to give you is from 1 Peter. ഞാൻ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു വചനം നൽകിയാണ്. 1 പത്രോസിന്റെ ലേഖനം chapter 2 verse number 25. അതിന്റെ 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വചനം. There this title is given, shepherd and overseer. ഇവിടെയാണ് നമുക്ക് ഇടയൻ എന്നുള്ളതും അതുപോലെ മേലധ്യക്ഷൻ എന്നുള്ളതുമായ വാക്കുകൾ കാണാൻ സാധിക്കും. My dear brothers and sisters, there is an overseer above you. ഓർക്കുക, എൻ്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളുടെ മുകളിൽ ഒരു മേലധ്യക്ഷനുണ്ട്. He is your shepherd. അവൻ നിങ്ങളുടെ ഇടയനുമാണ്. A shepherd always oversees his flock. ഓർക്കുക, ഒരു ഇടയൻ എല്ലായ്പ്പോഴും തൻ്റെ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. And he always wants to provide whatever is needed for his sheep. തൻ്റെ ആടുകൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കി അതവൻ കരുതുന്നു. It could be water or grass or whatever. അത് ഒരു പക്ഷേ വെള്ളമായിരിക്കാം, അല്ലെങ്കിൽ പുല്ലായിരിക്കാം, എന്തുമാകാം. And he guides the flock. അത് മാത്രമല്ല, ആ ആടുകളെ അവൻ നയിക്കുകയും ചെയ്യുന്നു. And he takes all the measures to protect his sheep from wolves and other animals. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ചെന്നായ്ക്കളിൽ നിന്നും മറ്റ് ആടുകളിൽ നിന്നൊക്കെ അവൻ അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നു. In the same way, if the Lord Jesus is your shepherd, he is always supervising you, overseeing you, looking into your life, even into the minute details, and he watches over you. ഓർക്കുക, അതുപോലെ തന്നെ യേശു കർത്താവ് നിങ്ങളുടെ മേലധ്യക്ഷനായിരിക്കുമ്പോൾ അവൻ നിങ്ങളെ മുകളിൽ നിന്ന് നിരീക്ഷിക്കുന്നുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവൻ നിങ്ങൾക്കായി കരുതുന്നുണ്ട്.
Hallelujah. ഹല്ലേലൂയ. Even before you pray, the shepherd knows your need. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ പോലും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ഇടയൻ മനസ്സിലാക്കുന്നുണ്ട്. So the more you grow in that relationship with the shepherd, you are the sheep, he is the shepherd. The more you grow in that relationship, just like David said, we can say, the Lord is my shepherd, Jesus is my shepherd, and I shall not be in want. അതുകൊണ്ട് നിങ്ങൾ ആ ബന്ധത്തിൽ, ഒരു ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തിൽ എത്രത്തോളം വളരുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല, അതായത് ദൈവം എൻ്റെ ഇടയൻ, എനിക്ക് മുട്ടില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. That means he becomes your wonderful supplier. അതിന്റെ അർത്ഥം അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി കരുതുന്ന നിങ്ങളുടെ ദൈവമായി മാറുകയാണ്. Shout hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. Amen. Coming to the next one, 92. ഇനി ഇപ്പോൾ 92-ാമത്തേതിലേക്ക് നമുക്ക് വരാം. True light. സത്യവെളിച്ചം. John chapter 1 verse number 9. യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വചനം. So John, when he was writing his gospel, യോഹന്നാൻ തന്റെ സുവിശേഷം താൻ എഴുതുമ്പോൾ he is introducing Jesus as the true light that was coming into this world. യേശു കർത്താവിനെ അവൻ പരിചയപ്പെടുത്തുന്നത് ഇറങ്ങി വന്ന സത്യവെളിച്ചം എന്ന രീതിയിലാണ്. In other words, the whole earth is covered by pitch darkness. അതിന്റെ അർത്ഥം ഈ ഭൂമി മുഴുവൻ കൂരാകൂരിരുട്ടിനാൽ നിറഞ്ഞിരിക്കുന്നു. Men and women are fumbling in the dark. ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ആ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു നടക്കുന്നു. And they were crying for light. അത് മാത്രമല്ല അവർ വെളിച്ചത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്നു. And John the apostle says the true light was now coming into this dark world. എന്നാൽ ഇപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ കൂരാകൂരിട്ട് അന്ധകാരം നിറഞ്ഞ ഈ ഒരു ലോകത്തിലേക്ക് സത്യവെളിച്ചം വന്നുകൊണ്ടിരുന്നു. And this true light was to shine all the people who were in darkness. അത് മാത്രമല്ല ഈ അന്ധകാരത്തിൽ ഇരിക്കുന്ന ജനങ്ങളുടെ നടുവിൽ ഈ വെളിച്ചം പ്രകാശിച്ചിരിക്കുന്നു. So this true light, not false light, that the true light is coming into your life to lighten your life. അതുകൊണ്ട് ഈ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്കും വന്ന് നിങ്ങളുടെ ജീവിതത്തെ അത് പ്രകാശമാനമാക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Isn't that wonderful? ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒന്നല്ലേ? Wow. Now coming to 93. ഇനിയിപ്പോൾ 93-ാമത്തെ പേരിലേക്ക് പോകാം. True wine. യഥാർത്ഥ മുന്തിരിവള്ളി. John 15 verse number 1. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാമത്തെ വചനം. This is one of the 7 I am statements of Jesus. യേശു കർത്താവിന്റെ ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള 7 പ്രസ്താവനകളിൽ ഒരു പ്രസ്താവനയാണിത്. He says I am the true wine. അവിടെ പറയുന്നു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. That means there are many other wines. അതിന്റെ അർത്ഥം മറ്റു പല മുന്തിരിവള്ളികളും Even ഉണ്ടെന്നാണ്. wild wines are there. മുന്തിരിവള്ളി പോലും ഉണ്ട്. But Jesus says I am the true wine. എന്നാൽ യേശു പറയുന്നത് നോക്കൂ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകും. And my Father is the gardener. കാരണം എന്റെ പിതാവ് തോട്ടക്കാരനുമാണ്. And you are my branches. നിങ്ങൾ എന്റെ കൊമ്പുകളാണ്. Meaning you are my part. അതിന്റെ അർത്ഥം നിങ്ങൾ എന്റെ ഭാഗമാണ്. You are united with me. നിങ്ങൾ ഞാനുമായി ഒന്നായി ചേർന്നിരിക്കുന്നു. Without abiding in the true vine, you can never yield good fruit. എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് അല്ലെങ്കിൽ സാക്ഷാൽ മുന്തിരിവള്ളിയിൽ വസിക്കാതെ നിങ്ങൾക്ക് ഫലം കൈപ്പാൻ സാധ്യമല്ല. A branch is completely attached to the vine. ഓർക്കുക, കൊമ്പുകൾ പരിപൂർണമായിട്ടും ഒരു മുന്തിരിവള്ളിയോട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. So from this analogy, what we understand is that we have to nuzzle against his bosom. We have to always unite ourselves into the Lord Jesus. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായിട്ടും കർത്താവിൽ ആശ്രയിച്ച് അവൻ്റെ മടിത്തട്ടിലിരിക്കുന്ന പോലുള്ള ആ ആത്മബന്ധത്തിലേക്ക്, അടുപ്പത്തിലേക്ക് നമ്മൾ എപ്പോഴും അവനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. If you read the following verses in chapter 15 of John's Gospel, you will understand that when we are abiding in the vine, when we are a part of this vine, there will be a lot of pruning coming, and through that pruning experience, even if it is a little painful, we will be yielding more and more fruit for the glory of the Father. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ
അടുത്ത ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്, നിങ്ങൾ ഇത്തരത്തിൽ മുന്തിരിവള്ളിയുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൊമ്പാണെങ്കിൽ ആ കൊമ്പിന് പലതവണ ചെത്തിവെടിപ്പാക്കൽ പ്രക്രിയയിലൂടെ കടന്നുപോയി കൂടുതൽ ഫലം കായ്ക്കുന്ന പലതിലൂടെയും അതിന് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. Sometimes you'll go through painful experiences. ചില സമയത്ത് നിങ്ങൾ കൂടുതൽ വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നുപോയെന്നിരിക്കും. But God will use such situations to take away the extra growth, unwanted growth, tumor-like growths in your life, unwanted goings in our lives. He will be cutting away so that you will be refined and purified, so that the nourishment from the vine will be beneficial in your life. And more fruits you will be yielding for the Lord. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്ത പലതിനെയും അവൻ ചെത്തിമിനുക്കുമ്പോൾ അത് പലതും എടുത്തു മാറുകയാണ്. അത്തരത്തിൽ പലതും മാറിപ്പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഫലം കായ്ക്കത്തക്ക വിധത്തിൽ നിങ്ങളെ അവൻ ഒരുക്കിയെടുക്കുകയാണ്. That is wonderful. അത് വളരെ മനോഹരമായ ഒന്നാണ്. 94 true witness. 94 എന്ന് പറയുന്നത് സത്യസാക്ഷി എന്നുള്ളതാണ്. Revelation chapter 3 and verse number 14. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വചനം. There we come across this title, Jesus Christ our Lord is true witness. യേശു കർത്താവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന സത്യസാക്ഷി എന്ന പേരിലാണ്. There are many witnesses in this world. ഈ ലോകത്തിൽ പല സാക്ഷികളുമുണ്ട്. Even according to the Mosaic law, if anything should be confirmed, there should be at least 2 or 3 witnesses. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഏതെങ്കിലും ഒരു കാര്യം സമർത്ഥിക്കേണ്ടി വരുമ്പോൾ 1-2 സാക്ഷികളുടെ വാമൊഴിയാലാണ് അത് സംഭവിക്കേണ്ടത്. Now Jesus Christ is described here as the true witness. ഇവിടെ യേശു കർത്താവിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് സത്യസാക്ഷി എന്ന പേരിലാണ്. That means there are many other witnesses which are false. അതിന്റെ അർത്ഥം മറ്റു പല സാക്ഷികളും കള്ളസാക്ഷികളുണ്ടെന്നുള്ളതാണ്. But Jesus is the true witness for anything that is happening in the world. ഈ ലോകത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യങ്ങളുടെയും യഥാർത്ഥ അല്ലെങ്കിൽ സത്യസാക്ഷിയാണ് യേശു ക്രിസ്തു. See, there have been many murder cases, criminal cases, and a lot of housebreaking and everything. But because there were no true witnesses, the case reached nowhere. ഇന്ന് പല കൊലപാതക കേസുകൾ അല്ലെങ്കിൽ വലിയ കുറ്റകൃത്യങ്ങളുടെ കേസുകൾ, ഭവനഭേദനത്തിൻ്റെ കേസുകൾ, ഇങ്ങനെ പല കേസുകൾ ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥ സാക്ഷി അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുള്ള ദൃക്സാക്ഷികൾ ഇല്ലാത്തത് കൊണ്ട് അത് പലതും തെളിയിക്കപ്പെടാതെ കിടക്കുകയാണ്. But there is one witness who is true, and he knows everything that has happened in the entire human history. എന്നാൽ ഓർക്കുക, മനുഷ്യ ചരിത്രത്തിൽ ഉടനീളം നാം നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയായി നിൽക്കുന്ന ഒരു സത്യസാക്ഷിയുണ്ട്. He is a witness for you too. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാക്ഷി കൂടിയാണ്. Sometimes you do a lot of good things, a lot of things with a lot of sacrifice in your life, but there is nobody to appreciate you. ചില സമയങ്ങളിൽ നിങ്ങൾ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, ത്യാഗമനോഭാവത്തോടെ പലതും ചെയ്തിട്ടുണ്ടായിരിക്കാം, പലരും നിങ്ങളെ ഒരു പക്ഷെ പ്രോത്സാഹിപ്പിക്കുന്നില്ലായിരിക്കും. But Jesus is the one who knows everything that you have done, because he is the true witness. He knows everything. എന്നാൽ ഓർക്കുക, യേശു കർത്താവ് അവൻ എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കിയിരിക്കുന്ന സത്യസാക്ഷിയാണ്. Now, this true witnessing is connected to his omnipresence and omniscience. അവൻ സത്യസാക്ഷിയായിരിക്കുന്നു എന്ന് പറയുന്നത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അവൻ്റെ സർവ്വവ്യാപിത്വത്തോടും അവൻ്റെ സർവ്വജ്ഞാനത്തോടുമാണ്. Because only such a person who is omnipresent, present everywhere, and who knows everything can be a real eyewitness to anything. അതുകൊണ്ട് അവന് മാത്രമാണ് എല്ലായിടത്തും സന്നിഹിതനായിരുന്നുകൊണ്ട് സർവ്വവ്യാപിയായിക്കൊണ്ട് തൻ്റെ കണ്ണുകൾ കൊണ്ട് സകല കാര്യങ്ങളെയും മനസ്സിലാക്കാനും പിടിച്ചെടുക്കാനും സാധിക്കുന്നത്. Sometimes you speak the truth, but there is no witness for you. ചില സമയത്ത് നിങ്ങൾ സത്യം സംസാരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിനുള്ള സാക്ഷികൾ അത് കേൾക്കാനുണ്ടാവില്ല. Maybe even your family members are not believing in you. ചില സമയത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പോലും നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടാവില്ല. But let me tell you one thing, Jesus Christ is the true witness. And one day when God will expose even the secret things of man's heart
that day he will come for your witness. എന്നാൽ ഓർക്കുക, യേശു ക്രിസ്തുവാണ് യഥാർത്ഥ സത്യ സാക്ഷി എന്ന് പറയുന്ന മനുഷ്യന്റെ ഹൃദയത്തിലെ എത്ര വലിയ രഹസ്യങ്ങളെയും അവൻ മനസ്സിലാക്കി അത് വെളിപ്പെടുത്തുന്നവനുമാണ്. Coming to number 95. ഇനി ഇപ്പോൾ 95-ാമത്തിലേക്ക് നമുക്ക് വരാം. Truth. സത്യം. John chapter 1 verse number 14. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനം. And in many other places, even chapter 14 and verse number 6. അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളും, അതായത് 14-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വചനം, Jesus Christ is the truth. അവിടെ നാം ഒക്കെ കാണുന്നു യേശു ക്രിസ്തു സത്യം ആകുന്നു. I don't need to explain that much. അതിനെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. Because every truth is in him. കാരണം എല്ലാ സത്യവും അവനിലാണുള്ളത്. All truth is coming out of him. എല്ലാ സത്യവും അവനിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്. 96. 96-ാമത്തേത് Way. വഴി. John 14:6, the same verse. അതേ വചനം യോഹന്നാൻ 14:6 കാണാം. Jesus says, I am the way. യേശു പറഞ്ഞു, ഞാൻ വഴിയാകുന്നു. He is not there to show you the way, but he himself is the way. ഓർക്കുക, അവനൊരു വഴി കാണിച്ചു തരുന്നവനല്ല, മറിച്ച് അവൻ തന്നെയാണ് വഴി. That means he will carry you along the way. അതിന്റെ അർത്ഥം അവൻ നിങ്ങളെ ആ അവനാകുന്ന വഴിയിലൂടെ നിങ്ങളെ വഹിച്ചുകൊണ്ടങ്ങ് പോകും. Hallelujah. ഹല്ലേലൂയ. I have given you many episodes on truth, way, life, etc. when I was teaching the Gospel of John, so I'm not spending much time there. യോഹന്നാന്റെ സുവിശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിച്ച സമയത്ത് അവൻ വഴിയാകുന്നു, സത്യമാകുന്നു, ജീവനാകുന്നു എന്നതിന്റെ വിശദീകരണങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അതിന്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. The next one is wonderful. അടുത്ത കാര്യം എന്നുള്ളത് അത്ഭുതം എന്നുള്ളതാണ്. Isaiah 9 verse number 6. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വചനം. His name is wonderful. അവന്റെ പേര് അത്ഭുതം എന്നാകുന്നു. Hallelujah. ഹല്ലേലൂയ. Isaiah was prophesying, giving us messianic prophecies about the coming of the Lord Jesus into the world. ഈ ലോകത്തിലേക്ക് മശിഹ വരുന്നതിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്തിയുള്ള പ്രവാചകനാണ് യെശയ്യാവ് എന്നുള്ളത്. And he says his name shall be called wonderful. അവിടെ യെശയ്യാവ് പറയുന്ന അവൻ അത്ഭുതം എന്ന പേരിൽ അറിയപ്പെടും. In some translations they have clubbed the next name also and they give you the term wonderful counselor. എന്നാൽ ചില പരിഭാഷകളിലാകട്ടെ അടുത്ത ഒരു വാക്കും കൂടെ ചേർത്തിട്ട് അത്ഭുത മന്ത്രി എന്ന പേരിലാണ് കാണുന്നത്. Either way it is true, he is wonderful as well as he is counselor. രണ്ട് വിധത്തിലും ഇത് ശരിയാണ്. അദ്ദേഹം യേശു കർത്താവ് അത്ഭുതവുമാണ്, അപ്പോൾ തന്നെ അവൻ മന്ത്രിയുമാണ്. That means if you need any miracle, this wonderful person will give you a miracle. ഓർക്കുക, നിങ്ങൾക്ക് ഒരു അത്ഭുതം ആവശ്യമുണ്ടെങ്കിൽ ഈ അത്ഭുത മന്ത്രിക്ക് നിങ്ങൾക്ക് അത്ഭുതത്തെ സമ്മാനിക്കാൻ സാധിക്കും. Can I tell you something? ചില കാര്യം കൂടെ പറയട്ടെ. If you're connected to this person whose name is wonderful, your life will become wonderful. Amen. ഞാൻ പറയാം, ഈ അത്ഭുതം എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ജീവിതം ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ആകമാനം ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. Do you want it? നിങ്ങൾക്കത് ആവശ്യമുണ്ടോ? Always be connected to this person called wonderful. ഓർക്കുക, അത്ഭുതം എന്ന് വിളിക്കപ്പെടുന്ന യേശു ക്രിസ്തുവിനോട് എല്ലായ്പ്പോഴും നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. 99, his name is Word of God. 99 ദൈവ വചനം എന്നുള്ളതാണ് അവന്റെ പേര്. Revelation 19 verse number 13. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വചനം. Here it is clearly mentioned that his name is called the Word of God. അവിടെ വ്യക്തമായി പറയുന്നു അവന്റെ പേര് സത്യവചനം അല്ലെങ്കിൽ ദൈവവചനം എന്ന പേരിൽ അറിയപ്പെടുന്നു. About this title Word of God also I have given good episodes. ഈ ദൈവവചനത്തെ കുറിച്ചുള്ള പല എപ്പിസോഡുകളും ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. And why is he called the Word of God? എന്തുകൊണ്ടാണ് അവൻ ദൈവവചനം എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്? I have given all the explanations, but let me tell you in one sentence, he is the spokesman of the Trinity. എന്തുകൊണ്ടാണ് അവൻ ദൈവവചനം എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് പലവട്ടം ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും അതിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ദൈവിക തൃത്വത്തിലെ വക്താവ് അഥവാ സംസാരിക്കുന്നവനാണ് ഈ വ്യക്തി എന്നുള്ളത്. And the last one, 100th word of life. അടുത്തത് 100ാമത്തേതാണ് ജീവന്റെ വചനം. 1 John chapter 1 verse number 1.
1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ He is also known as Word of Life. അവിടെ നാം കാണുന്നത് ജീവന്റെ വചനം എന്ന പേരിൽ അവൻ അറിയപ്പെടുന്നു. Because there is life in his words. കാരണം അവന്റെ വാക്കുകളിൽ ജീവനുണ്ട്. If he speaks words to you, that brings life into your life. ഓർക്കുക, അവൻ സംസാരിക്കുന്ന വാക്കുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവൻ വന്നിറങ്ങിയാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. And there are many more names and titles like this. ഇതുപോലുള്ള ഇനിയും ഒട്ടനവധി പേരുകളും സ്ഥാനപ്പേരുകളും ഒക്കെ ഉണ്ട്. Maybe 98 or 100 more. ഒരു പക്ഷേ ഇനിയും ഒരു 100ഓളം തന്നെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. But I'm closing here. പക്ഷെ ഞാൻ ഇവിടെ അത് നിർത്തുകയാണ്. But I'm giving a home assignment. എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഗൃഹപാഠം നൽകാൻ പോകുകയാണ്. You can search for more names and titles and you can journal it. You can go for the explanations. You can have a self-study. നിങ്ങൾക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പേരുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും. അതിനെക്കുറിച്ച് വ്യക്തിപരമായി പഠിച്ച് അതിന്റെ നോട്ടുകളൊക്കെ എഴുതുവാൻ സാധിക്കും. Right now we are going to pray. ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Stretch forth your hands. നിങ്ങളുടെ കൈകളൊന്ന് നീട്ടിപ്പിടിച്ചാൽ. Father, I bless your people. പിതാവേ, ഇപ്പോൾ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. Bless them everywhere. എല്ലായിടത്തും അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ. Heal the sick people also, കർത്താവേ, Father. രോഗികളെ സൗഖ്യമാക്കണമേ. If anybody is affected by COVID-19, let them be healed very fast. കർത്താവേ, ആരെങ്കിലും COVID-19 മുഖേന അഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വളരെ പെട്ടെന്ന് സൗഖ്യമിറങ്ങി വരട്ടെ. Liver problems be healed in Jesus' name. എല്ലാ കരൾ രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Throat problems be healed in Jesus' name. തൊണ്ടയ്ക്കുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ Lungs സൗഖ്യമാകട്ടെ. be healed in Jesus' name. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. Any disease or any problem, stretch forth your hands and receive your breakthrough right now. ഏത് രോഗമാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും ഇപ്പോൾ കൈകൾ നീട്ടി യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യത്തെ ഇപ്പോൾ പ്രാപിച്ചെടുക്കുക. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Hallelujah. ഹല്ലേലൂയ. Thank you for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. Tomorrow we'll meet again. വീണ്ടും നമ്മൾ നാളെ കാണുന്നതായിരിക്കും. God bless you all. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Bye-bye. ബൈ ബൈ.